നരകയാതന നേരിടുന്ന രോഗികളെ സുഖമരണത്തിന് വിധിക്കുന്ന ദയാവധം നിയമവിധേയമായിട്ട് ഇന്നേക്ക് 13 വർഷം തികയുകയാണ്. മാറാധീനങ്ങൾ കാരണം മരണം കാത്തുകിടക്കുന്ന ജീവനുകൾക്ക് തെല്ലെങ്കിലും ആശ്വാസം നൽകുന്ന ദയാവധം ലോകത്താദ്യമായി നിയമവിധേയമാക്കിയ രാജ്യം നെതർലാൻഡ്സാണ്. വേദനാജനകവും ഭേദമാക്കാനാവാത്തതുമായ രോഗമോ ശാരീരിക അസ്വാസ്ഥ്യമോ ഉള്ളവരെയാണ് സാധാരണയായി ദയാവധത്തിനായി പരിഗണിക്കുന്നത്. രോഗാവസ്ഥയുടെ കാഠിന്യമനുസരിച്ച് ചികിത്സിക്കുന്ന ഡോക്ടർമാർക്ക് രോഗിയെ ദയാവധത്തിന് ശുപാർശ ചെയ്യാം. 2001 നെതർലാൻഡ്സ് ഗവൺമെന്റ് ദയാവധത്തെ നിയമത്തിൽ ഉൾപ്പെടുത്താനുള്ള ബില്ല് അംഗീകരിക്കുന്നത്. എന്നാൽ 1935 ഇംഗ്ലണ്ടിൽ ദയാവധത്തെ നിയമവിധേയമാക്കുന്നതിനുള്ള സംഘടിത പ്രസ്ഥാനങ്ങൾ ഉയർന്നിരുന്നു. 1936 പിന്നീട് 1950 ഈ സംഘടനകൾ ദയാവധത്തെ നിയമവിധേയമാക്കാനുള്ള പ്രമേയം ബ്രിട്ടീഷ് നിയമസഭയിൽ അവതരിപ്പിച്ചെങ്കിലും അത് പരാജയപ്പെടുകയായിരുന്നു. 1938 അമേരിക്കയിൽ ദയാവധത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള സംഘടനകൾ സ്ഥാപിതമാകുന്നത്. 1997 ഒറിഗൺ സ്റ്റേറ്റാണ് ദയാവധം നിയമവിധേയമാക്കിയ ആദ്യ അമേരിക്കൻ സംസ്ഥാനം. എന്നാൽ ഈ നടപടിക്കും ധാരാളം അട്ടിമറി ശ്രമങ്ങൾ അമേരിക്കയിൽ നടന്നിരുന്നു. 2001 നെതർലാൻഡ്സിന് ശേഷം 2002 ബെൽജിയവും ദയാവധം നിയമവിധേയമാക്കാനുള്ള ഉത്തരവിറക്കി. ഗ്രീക്ക് തത്വചിന്തകരായ സോക്രട്ടീസ്, പ്ലാറ്റോ തുടങ്ങിയവർ ദയാവധത്തിന്റെ ധാർമ്മികതയെക്കുറിച്ചും അതിന്റെ ആവശ്യകതയെക്കുറിച്ചും തങ്ങളുടെ അഭിപ്രായം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയവരാണ്. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.